ഈ വെക്കേഷന് ഫാമിലി ബാംഗ്ലൂർ വന്ന സമയത്ത് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടോ, നന്ദി ഹിൽസിലേക്ക്. മുമ്പ് 2 തവണ പോയിട്ടുണ്ടെങ്കിലും അന്ന് പോയ സമയത്ത് ഡിസംബർ സമയത്തായിരുന്നു, ഫുള്ള് റഷായിരുന്നു. പക്ഷേ ഇത്തവണ കേട്ടോ വെറുത്താട്ടോ. ഞാൻ കറക്റ്റ് 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മണിക്ക് അവിടെ പിടിച്ചിട്ടോ. 5:30 താണ്ടോ ഗേറ്റ് കാത്തുക്കാണ്. 5:30 ഗേറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ 5:30 നേരം കയറി ഞങ്ങളൊരു 6:15 ഞങ്ങൾ സൂര്യ ഉദയം അവിടെ എത്തി. ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഉദയം കാണാൻ പറ്റുന്നത്. 2 തവണ പോയിട്ടുണ്ടെങ്കിലും ഒക്കെ 7:15 അവിടെ കയറാൻ പറ്റിയത്. പക്ഷേ ഇവിടെ സൂര്യോദയം കാണാൻ വേണ്ടി ഒരു 6:15 എനിക്ക് കയറാൻ പറ്റിട്ടോ. ഇത്തവണത്തെ പോക്ക് വെർത്താണ്. അപ്പോൾ നന്ദി ഹിൽസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, ഈ സമയത്ത് പോയിക്കോ, തിരക്കൊന്നുമില്ല, സുഖമായിട്ട് വണ്ടിയൊക്കെ മേലെ വരെ എത്തും. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാ ഭാഗവും കാണാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളും കാണാം. അതിമനോഹരമായ ഏക്കറക്കണക്കിന് നന്ദി ഹിൽസ് കാണാൻ പറ്റും. കണ്ടോ, ഞാൻ കുറേ ഇങ്ങനെ നോക്കിയിരുന്നു. പക്ഷേ 2 തവണ പോയ സമയത്തും എനിക്കത് അവിടെ കയറാൻ പറ്റിയില്ല. മനോഹരമായ വ്യൂ, പിന്നെ തണുപ്പ് കുറവാട്ടോ. നിങ്ങൾ എന്താ പറയുക, ഷെൽട്ടറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട, സാധാ ഡ്രസ്സ് പോയാൽ മതി. തണുപ്പ് കുറവാണ്, മക്കളെ കൂടെ കളിക്കാൻ പറ്റി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നന്ദി ഹിൽസിൽ പോകേണ്ടവർ, ഞാൻ വീണ്ടും പറയുന്നത്, ഈ സമയത്ത് പോയിക്കോളൂ. നിങ്ങൾ ഡിസംബർ മാസ സമയത്ത് പോവുകയാണെങ്കിൽ റഷ് ആകുമ്പോൾ നിങ്ങൾ ബൈക്ക് എടുത്ത് പോയിക്കോ. അതാകുമ്പോൾ മേലെ വരെ കയറാം. കണ്ടോ, മൊത്തം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ഫാമിലി ആയിട്ട്. അപ്പോൾ ഇനിയും ഞാൻ എന്തായാലും നന്ദി ഹിൽസ് പോവും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ സമയത്ത് പോകുന്നവർക്ക് അത് വെർത്താണ്. കണ്ടോ, മനോഹരമായ സ്ഥലമാണ്. ബാംഗ്ലൂരിൻ്റെ അതിമനോഹരമായ സ്ഥലം നമ്മളിങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് സമയം, ഒരു 8:30-9 മണി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വല്ലാത്തൊരു വൈബിനെ കേട്ടോ. ഉദയം കണ്ടിട്ട് ഇങ്ങോട്ട് കൊതി തീരുന്നില്ല, അത്രയും വൈബാണ്. മക്കളെ കൂടെ കുറച്ച് കളിക്കാൻ പറ്റി. അബിയൊക്കെ നല്ല ഹാപ്പിയാണ്, അതേപോലെ ഐറൂസും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വണ്ടിയെല്ലാം മേലെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ഫുഡും കഴിക്കാൻ പറ്റും. വലിയൊരു എമൗണ്ട് ഒന്നുമില്ല, പോക്കറ്റ് കാലിയാവുന്നില്ല. കണ്ടോ, മനോഹരമായ സ്ഥലം കേട്ടോ. എത്രയായാലും കണ്ടിട്ട് മതിയാവുന്നില്ല കേട്ടോ. ഏക്കറക്കണക്കിന് മനോഹരമായ സ്ഥലം. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണാം.